മാമോദിസ കൊടുക്കുന്നതിനോടൊപ്പം ഒരു പേരും കൂടെ കൊടുക്കും. പുതിയൊരു വസ്ത്രം, പുതിയൊരു പേര്. ഇതാണ് മാമോദിസയ്ക്ക് കൊടുക്കുന്നത്. മാമോദിസയ്ക്ക് ഉടുപ്പ് തയ്പ്പിക്കും, മാമോദിസയ്ക്ക് പുതിയ പേര് കൊടുക്കും. ഇതൊക്കെ ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ആണ്. ഞാൻ നിനക്ക് പുതിയൊരു നാമം തരും. ഇതെല്ലാം പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാണ്. ഇത് ക്രിസ്ത്യൻ പ്രാക്ടീസ് ആണ്. അപ്പൊ അതുകൊണ്ട് മാമോദിസ സ്വീകരിക്കും അവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ 3 പ്രാവശ്യം മുക്കി അവന് പുത്തൻ പേര് കൊടുത്ത് പരിശുദ്ധ മൂറോന്റെ അഭിഷേകം കൊടുത്ത് പുതിയ വസ്ത്രവും കൊടുത്തിട്ടാണ് വിടുന്നത്. ഇതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്നും അറിയാൻ വരാതെ ബൈബിൾ വായിച്ചിട്ട് ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു കുളത്തിലോ തോട്ടിലോ കൊണ്ട് മുക്കി കയറ്റി വിടുക. മുങ്ങിയ പോലെ തന്നെ. പണ്ട് പാക്കനാര് മേളത്തോൾ അഗ്നിഹോത്രി തീർത്ഥയാത്രയ്ക്ക് പോവാണ്. അപ്പൊ പാക്കനാര് പറഞ്ഞു, അങ്ങ് പോകുന്ന സ്ഥലത്ത് എല്ലാ തീർത്ഥങ്ങളിലും ഇതൊന്ന് മുക്കണം. ഒരു കാ കൊടുത്തു. മേളത്തോൾ അഗ്നിഹോത്രി പോയി, എല്ലായിടത്തും പോയി. പാക്കനാർക്ക് ആ കായും തിരിച്ചു കൊടുത്തു. എടാ, നീ തന്ന കാ ഞാൻ എല്ലായിടത്തും മുക്കിയെന്നു. പിറ്റേ ദിവസം മേളത്തോൾ അഗ്നിഹോത്രി ഉച്ചയ്ക്ക് ഭക്ഷണം ഊണ് കഴിക്കുമ്പോ ഒരു കറി ഭയങ്കര കയ്പ്. അപ്പൊ ഇതെന്ത് കറി? അപ്പൊ അന്തർജനത്തിന് എനിക്കറിയത്തില്ല, പാക്കനാര് ഞുറുക്കി തന്ന ഞാനങ്ങ് കറി വെച്ചു. പാക്കനാരെ വിളിക്കാൻ പറഞ്ഞു. പാക്കനാരെ വിളിച്ചു. പാക്കനാരോട് ചോദിച്ചു, എടാ നീ എന്താടാ കറി വെക്കാൻ? ഞാനത് ചൊരക്കയാണ് ഞുറുക്കണം. ചൊരക്ക കയ്പല്ലേ, നിനക്കെന്തിനാ? അയ്യോ അതെ, ഞാൻ ആ തന്നു വിട്ട ചൊരക്കയാണ്. അങ്ങ് പോയ തീർത്ഥക്കുളത്തിലൊക്കെ മുക്കിയതല്ലേ. അപ്പൊ തന്റെ ആ കുളി അത്ര ഏറ്റില്ല. പാക്കനാര് തന്നെ ഒന്ന് കളിയാക്കിയതാ. ഇന്നത്തെ ഭാഷ പറഞ്ഞ ട്രോളിതാണെന്ന് അഗ്നിഹോത്രി പാക്കനാരോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പൊ എന്റെ തീർത്ഥയാത്രയും എന്റെ തീർത്ഥങ്ങളിലെ സ്നാനവും വ്യർത്ഥമാണ്. നീ എന്നെ ബോധ്യപ്പെടുത്തി. വലിയ പഠിപ്പില്ല, ജാതിയിൽ താഴ്ന്നവൻ, പക്ഷേ മേളത്തോൾ അഗ്നിഹോത്രിയെ തിരുത്തി. അപ്പൊ ഇതെന്താണെന്ന് അറിയത്തില്ല. ചുമ്മാ കൊണ്ട് അയ്യപ്പൻ മുങ്ങി കയറി വന്നപ്പോൾ അയ്യപ്പൻ തന്നെ, ഷമീർ മുങ്ങി കയറി വന്നപ്പോൾ ക്രിസ്തീയ സ്നാനം അതല്ല. ക്രിസ്തീയ സ്നാനം എന്ന് പറഞ്ഞാൽ അവന്റെ പേര് മാറും. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവനെ തന്നെ മാറ്റുകയാണ്. അവൻ അന്ന് വരെ ഉള്ള പേരിനെ മാറ്റി പുത്തൻ പേര് കൊടുക്കും. അത് ബൈബിളിലെ വാഗ്ദത്തമാ, യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തമാ. അത് പഴയ നിയമത്തിലാണല്ലോ അബ്രാമിനെ വിളിച്ചിട്ട് അബ്രാമായിട്ടല്ല, അവനെ സാറായിയുടെ പേര് സാറാ എന്നാക്കി. യാക്കോബ് എന്ന് പറഞ്ഞ ഉപായി എന്നാ. യാക്കോബ് ഇങ്ങനെ നടന്ന് അവസാനം ദൈവം അവന്റെ പേര് ഇസ്രായേൽ. ഇതേ പാരമ്പര്യം പുതിയ നിയമത്തിലുണ്ട്. അതേ പാരമ്പര്യം പുതിയ നിയമസഭ തുടർന്നു യേശുക്രിസ്തു കാണിച്ച. അപ്പൊ അതുകൊണ്ട് ഈ മാമോദിസയ്ക്ക് പേരുണ്ട്. ക്രിസ്ത്യാനി ആകുമ്പോൾ ക്രിസ്ത്യൻ പേര് വേണം. മുസ്ലിങ്ങളും ആ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലാസർ യോഹന്നാൻ ഇസ്ലാമിൽ ചേർന്നപ്പോൾ അവന്റെ പേര് മുഹമ്മദ്. അല്ല, ലാസർ യോഹന്നാൻ എന്നുള്ള പേര് തന്നെ പുള്ളി കറങ്ങി നടക്കുകയല്ല. പേര് മാറ്റാൻ തയ്യാറാകണം. ആ പേര് മാറാതെ അയ്യപ്പനായിട്ട് തന്നെ നടക്കുകയാണ്. അതെന്തൊരു അയ്യപ്പനെ ക്രിസ്ത്യാനിയായിട്ട് ചുമക്കേണ്ട ഗതികേട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കൊന്നുമില്ല. അങ്ങനെ ക്രിസ്ത്യാനികൾ അയ്യപ്പൻ ക്രിസ്ത്യാനി അയ്യപ്പനും ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. അതുവരെ അയ്യപ്പനായിട്ട് അങ്ങ് നിൽക്കട്ടെ. മനസ്സിലായിട്ടോ? ഓക്കെ, ക്രിസ്ത്യാനിയുടെ പേര് എന്തൊക്കെയാ? പേര് ക്രിസ്ത്യാനിയുടെ ആകേണ്ടത് ഒന്ന് ശുഭിച്ചാന്ന് പറഞ്ഞു. ആ ക്രിസ്ത്യാനിയുടെ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തല തൊടുന്ന ആളുടെ പേര് കൊടുക്കും. മനസ്സിലായോ? ഇപ്പൊ തോമസ് ആ തല തൊടുന്നെങ്കിൽ തോമസിന്റെ പേര് കൊടുക്കും. തലതൊട്ടപ്പന്റെ പേരാണ് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മാറ്റിയും കൊടുക്കും. എന്നാലും പൂർവ്വ തലമുറയിലുള്ള ഒരാളുടെ പേര് ആണ് കൊടുക്കുന്നത്. അല്ലാതെ വഴിയെ പോകുന്നൊരു പേരെടുത്തിടുക.